നമ്മുടെ ചാനൽ 20K ആവണമെങ്കിൽ ഇനി കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സ് വേണം. അതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ. സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഹായ് പറയൽ വീഡിയോ ഉണ്ടാവും. ഓരോ ക്യാരക്ടേഴ്സും നിങ്ങൾക്ക് ഹായ് പറയായിരിക്കും. അതിന് 20K ആവണം. ഓക്കെ, താങ്ക് യു. സാറ, എന്താ ശ്രുതി? എന്നെ ശ്രുതി എന്ന് വിളിക്കരുതോ, എന്നെ മേഡെന്ന് വിളിച്ചാ മതി. അയ്യോ, എന്തിനാ വിളിച്ചേ? എന്റെ മമ്മി ഇങ്ങനെ വിളിക്കുന്നുണ്ട്. എന്തിനാ? എനിക്കറിയോ. നീ എന്തിനാ എന്നോട് ഇത്ര ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നേ? എന്റെ റൂമായിരുന്നു, വന്നതോട് കൂടി അതെനിക്ക് പോയി. അയ്യോ, നീ ഇതെടുത്തോ, എനിക്ക് വേറെ റൂം തന്നാ മതി. വേണ്ടോ, നിന്റെ ഉദാരം ഞങ്ങക്ക് വേണ്ട. എന്താ അമ്മേ? അവള് വിളിച്ചോണ്ടിരിക്കായിരുന്നു, അവള് വരാതിരിക്കായിരുന്നു. അപ്പളാ മമ്മി വന്നേ. അതെ. എന്താ പറഞ്ഞേ? സ്കൂൾക്ക് പോവാന്നോ? എനിക്കിത് കേട്ടപ്പോ ഒരുപാട് സന്തോഷായി. എന്നാ പിന്നെ ഞാൻ യൂണിഫോം മാറ്റാട്ടോ. എനിക്ക് എന്റെ സ്കൂളിൽ പഠിക്കണം. എനിക്ക് എവിടെ പഠിച്ചാ മതി. TC മേടിച്ചിട്ട് ആ സ്കൂളിൽ ഞാൻ പോവാൻ നിൽക്കൂല. അങ്ങനത്തെ വേണോടി ആന്റി, എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റൂല. ഇനിയിപ്പോ എന്താ ചെയ്യാനാ? അച്ഛൻ അസുഖമായതുകൊണ്ടല്ലേ. അത് മാറണവരെ എന്തായാലും അവിടെ പോന്നേക്ക്. ഇനി മാറാണെങ്കിൽ ആ സ്കൂൾ ചേർത്തിക്കോളാം. ശരി, എന്നാ ഇതുവരെ പഠിക്കാൻ പോണ്ടെന്ന് നിങ്ങൾ പറയണേ. പഠിക്കാൻ പോണ്ടെന്നൊന്നും പറയണില്ല. ഈ ബുക്ക് വെച്ച് കുറച്ചേരൊക്കെ പഠിച്ചു കുത്തിർന്നോ. സ്കൂൾക്ക് പോണ്ടെന്നല്ലേ. ഓക്കെ, ഫുഡൊക്കെ റെഡി വെച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ച ശേഷം പെട്ടെന്ന് പോവാൻ നോക്കട്ടോ. ഓക്കെ, നിനക്കൊക്കെ അങ്ങനെ തന്നെ വേണം. നീ സൂക്ഷിച്ച മോളെ. ഈ ശ്രുതിയാ പറയുന്നേ. എല്ലാം പണി ഞാൻ നിന്നെ കൊണ്ട് അടിപ്പിക്കും. അല്ല, ഇത് സാറയല്ലേ? അതല്ല, ഇവളെന്താ യൂണിഫോം ഇടാതെ വന്നിരിക്കുന്നേ? എന്തേ യൂണിഫോം എന്നെ ഇല്ലാത്തേ? എനിക്ക് അതിന്റെ ആവശ്യമുണ്ടോ? എന്താ നീ പറയുന്നേ? യൂണിഫോം ഇല്ലാതെ എങ്ങനെ സ്കൂൾക്ക് വരാ? അതിന് ഞാനിനി സ്കൂൾക്ക് വരുന്നില്ലല്ലോ. എന്താ നീ പറയുന്നേ? നിനക്കെന്താ തലക്ക് വെളിവില്ലേ? സ്കൂൾക്ക് വരൂലെന്നോ? അതെന്താ? ഞാനെന്നാ TC മേടിക്കാൻ വന്നതാ. ഇനി ഒരിക്കലും ഞാൻ സ്കൂൾക്ക് വരൂല. അതെന്താ പറ്റി സാറാ? എന്റെ അച്ഛനക്ക് തീരെ വയ്യ. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വല്യച്ഛന്റെ വീട്ടിലാ. അതിനിപ്പെന്താ? വല്യച്ഛന്റെ വീട്ടിലായിരിപ്പെന്താ? സ്കൂൾക്ക് വരുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നുമല്ല, അടുത്ത് നിർത്താൻ വേണ്ടിട്ട് എന്നോട് പറയുന്നേ. എന്താ സാറേ ഇത്? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പഠിത്തം നിർത്തേ. അങ്ങനെയല്ല, താൽക്കാലികമായിട്ട് നിർത്തുക. അച്ഛന്റെ അസുഖമൊക്കെ മാറാണെങ്കിൽ ഞാൻ വരണ്ട്. എന്താ പറയുന്നേ? അച്ഛനക്ക് അസുഖമായാല് നീ സ്കൂൾക്ക് വരുന്നതിന് എന്ത് ബന്ധമുള്ളത്? അതന്നെ എനിക്ക് അറിയാൻ പാടില്ലാതെ. എനിക്ക് പേടിയാ. അതുകൊണ്ടാ ഞാന് അവര് പറയുന്ന പോലെ കേൾക്കുന്നേ. അച്ഛന്റെ അസുഖം മാറുന്നവരെ ക്ലാസ്സിലേക്ക് പോണ്ടെന്നാ പറയുന്നേ. എനിക്ക് അറിഞ്ഞൂടാ ഇവരെന്തിനാ ഇങ്ങനെ പറയുന്നേന്ന്. നിന്നെ സംസാരിക്കണോ? പിന്നെ നീ പറഞ്ഞ ഇപ്പൊ അവർ കേൾക്കും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ നിന്നെ പിന്നാലെ പറയാറില്ലേ? ഓ, അത് പറ. ഇനി നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അങ്ങനൊന്നും സംഭവിക്കാൻ പോണില്ല. പെട്ടെന്ന് കാര്യം പറ. എന്റെ കോച്ചസിന് ഇപ്പൊ വരൂ. പറയാം. പക്ഷേ ഞാനീ പറയുന്നത് നീ അംഗീകരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ പറ, എന്താ? അത് പിന്നെ ഇവിടെ ബ്യൂട്ടി കോമ്പറ്റീഷന് വേണ്ടി പങ്കെടുത്ത അന്ന് ഞാൻ നിന്നെ കണ്ടത് മുതലേ എനിക്ക് ഇഷ്ടമാണ്. ഐ ലവ് യു സാറാ. ഇല്ല. എന്ത് പറ്റി? ആദ്യം നീ ഇന്ന് പറഞ്ഞതാ. ഇതിനു മുന്നേ തന്നെ നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്നെ ഈ സ്കൂളിൽ പോയേനെ. എനിക്ക് നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിനക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? നിന്നെ പോലുള്ള ഒരാളെ ഞാൻ സെലക്ട് ചെയ്യൂല. നിന്റെ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് അറിയാം. സോറി സോറി. എല്ലാം കഴിഞ്ഞ് സോറി പറയാൻ എല്ലാവർക്കും പറ്റും. എന്നാ തെറ്റ് കണ്ടെത്തിയിട്ട് അത് തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഒരു നല്ല മനുഷ്യനാവുന്നത്. എനിക്ക് മനസ്സിലാവും. ഞാൻ നീ എന്നൊക്കെ പറഞ്ഞത്. എനിക്ക് നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പറഞ്ഞാ പറ്റില്ല. എന്താ മോളെ ഇത്? ഒന്നുമില്ല. വരുന്നില്ലേ? വേഗം പോര്. അല്ല മോളെ, ഇതാരാ? ഇന്നലെ കണ്ട പയ്യനല്ലേ? അതേലോ. ഓക്കെ.
എന്തായാലും ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ കണ്ടിട്ട് വരാട്ടോ. എനിക്ക് ഒരുപാട് മിസ് ചെയ്യും ഓലൊക്കെ. അതിനെന്താ മക്കളെ, മക്കള് പോയിട്ട് കണ്ടിട്ട് വാട്ടോ. സാറ, ഞാൻ ഒരിക്കലും സാറിയോട് അത് പറയണ്ടായിരുന്നു. ഇപ്പൊ അവളെന്നെ ബെസ്റ്റ് ഫ്രണ്ട് പോലെ കാണൂല. നിനക്ക് ഉറപ്പാണോ സാറ പോയിന്ന്? ഉറപ്പാണ്. കണ്ടതാ, 2 കണ്ണ് വെച്ച് ഞാൻ കണ്ടതാ അവള് TC വാങ്ങിച്ച് പോവാൻ നിക്കുന്നത്. എന്തായാലും അത് കൊള്ളാം. പക്ഷേ ഓളെന്തിനപ്പോ പോണേ? എന്റെ പൊന്നാര ടിങ്കു, അപ്പം നിന്നാ പോരെ, കൂടി എണ്ണ നിക്കണോ? എന്തായാലും നമ്മൾ ആഗ്രഹം പോലെ നടന്നു. ഓൾക്ക് ഇവിടുന്ന് പോവാൻ എനിക്ക് താല്പര്യം, അതുകൊണ്ട് ഓള് പോയി. നമ്മളാഗ്രഹം തന്നെയല്ലേനോ? ആണോന്നോ? ഇത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ. ഇന്നെന്തായാലും എന്റെ വക പിസയും ബർഗറും. ഓക്കേ, അപ്പോ നിന്റെ വക ഇന്ന് ചെലവ്. അല്ല, എബിൻ എവിടെ പോയി? അവനെ കണ്ടില്ലല്ലോ. എവിടെങ്കിലൊക്കെ ഉണ്ടാവും. നീ സത്യമാണോ പറയുന്നേ? സാറ ഇനി സ്കൂൾക്കില്ല? ഇല്ല അർജുൻ, നമ്മുടെ ക്ലാസ്സിലെ ഗേൾസ് എന്നോട് പറഞ്ഞേ. ഏയ്, അത് ചിലപ്പോ നുണ പറയായിരിക്കൂ. ജാസ്മിനൊക്കെ മുഖം ഒന്ന് നോക്കിയേ. ഓളെ മുഖത്തെന്താ? എടാ മണ്ട അർജുനെ, അവളെ മുഖത്ത് കണ്ടില്ലേ സന്തോഷം? അതിനർത്ഥം അവള് പോയിന്നാ സാറ സ്കൂളിന്ന്. ചിലപ്പോ ഞാൻ ആ ലെറ്റർ കൊടുത്തോണ്ടാണോ, അത് വായിച്ചോണ്ടാണോ അവള് പോണേ? എനിക്കും ആ സംശയം ഇല്ലാതില്ല. എടാ, അങ്ങനെയാണോ അവള് പോണെങ്കിൽ എനിക്ക് എന്തായാലും സോറി പറയണം. എടാ ഓവറൊക്കെ ചെലവാക്കല്ലേ. അവള് വന്നല്ലോ. ആരതി സാറിയോ? എന്താ യൂണിഫോം ഒന്നില്ലാതെ? മണ്ടി, നിനക്കറിയാലോ അവള് സ്കൂളിൽ പോവാന്ന. പിന്നെന്തിനാ യൂണിഫോമിന്റെ ആവശ്യം? എന്തിനാ ഇതൊക്കെ ചോദിക്കണേ? അത് പിന്നെ ഞാൻ നിങ്ങളുടെ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാണ്. ഇനി ഞാൻ ഈ സ്കൂൾക്ക് ഉണ്ടാവൂല കേട്ടോ. ഫിദ, ഒരു കാരണവശാലും വിഷമിക്കരുത്. ഞാൻ പോയി വിചാരിച്ചിട്ട്. പോണേ. അത് പിന്നെ ഞാനിപ്പോ എന്റെ വല്യച്ഛന്റെ വീട്ടിലാ. കാരണം എന്റെ അച്ഛനക്ക് തീരെ വയ്യ. അതുകൊണ്ട് ചിലപ്പോ ഞാൻ അവിടെ തന്നെ ആയിരിക്കും ഇനി സ്ഥിരം. ചിലപ്പോ അവിടുത്തെ ഏതെങ്കിലും സ്കൂളിൽ എന്നെ ചേർത്തു, അല്ലെങ്കിൽ എന്നെ പഠിക്കാൻ വിടില്ല എന്നാ പറയുന്നേ. അപ്പോ അവിടേക്കൊന്നും നമ്മുടെ സ്കൂൾ ബസ് എത്തൂലേ? എത്തുമല്ലോ. പിന്നെന്താ ദജാലി, ആൻക്ക് ഇങ്ങോട്ട് വന്നാലേ? അത് ഞാൻ അവരോട് 1000 പ്രാവശ്യം പറഞ്ഞു. പക്ഷേ അവർക്കതോ സ്കൂൾ അത്ര ഇഷ്ടല്ലേ തോന്നുന്നു, നമ്മുടെ ഈ സ്കൂള്. അപ്പൊ ഈ ശരിക്കും പോവാണല്ലേ? അല്ല, ഫേക്ക് ആയിട്ട് പോവാ. ഈ ഒന്ന് പോയിക്ക അവിടുന്ന്. ഈ ഫിദറ്റ് പോവൂല, എന്നാ പോണല്ലോ ചായക്കൂല. ഇജൊന്ന് പോടി അവിടുന്ന്. വഴക്കൊന്നും ഉണ്ടാക്കല്ലേ. ഇതല്ലേ സാറിയും അവിടെ ആ കോച്ചനും വന്നിട്ടുള്ള കാറ്? എന്തായാലും നമ്പർ എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. കോഴിശരത്തിന് ഇതങ്ങ് അയച്ചെടുക്കാം. അവന് കണ്ടെത്തിക്കോളും ഈ കാർ പിടിക്കാൻ പോണേന്ന്. എന്തായാലും ഉച്ച നേരത്ത് ഗേൾസ് ഒക്കെ പുറത്തിറങ്ങുന്ന സമയത്തായിരിക്കും കോഴിശരത്ത് ഇവിടെ വരല്. ആ സമയത്ത് തന്നെ ആയിരിക്കും സാറ പോവലു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്തായാലും ഞാൻ പെട്ടെന്ന് ക്ലാസ് പോട്ടെ. ആരെങ്കിലൊക്കെ ഞാനിവിടെ റോഡ് സൈഡിൽ ഇരിക്കുന്ന കണ്ടാലേ അത് മതിയാവൂ. ജാസ്മിൻ, ടിങ്കു, നിങ്ങളൊക്കെ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ക്ഷമിക്കാം. പക്ഷെ ആ ക്ഷമ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ ഇവിടുന്ന് പോണം. നേരെ നിനക്ക് ആ ക്ഷമ കിട്ടൂ. അതെ അതെ. സാറ, അർജുൻ, ഞാൻ പോവാണ് കേട്ടോ. എനിക്ക് നിങ്ങളൊക്കെ മിസ് ചെയ്യും. എടാ മണ്ട, ചോയ്ക്ക് ആ കത്ത് വായിച്ചോന്ന്. പ്രണവിന് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? എനിക്കില്ല. അർജുൻ എന്തൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞു. എനിക്കോ? എടാ മണ്ട, കിട്ട ചാൻസ് മുതലാക്കി അങ്ങ് ചോദിച്ചോട് അങ്ങോട്ട്. അത് പിന്നെ സാറേ, ഞാൻ നിനക്കൊരു സാധനം തന്നില്ലേനോ, അത് ഈ വായിച്ചോ? അത് ഞാൻ വായിക്കാൻ മറന്നു. എല്ലാം പെട്ടെന്നായില്ലേ, അതുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല. എന്തായാലും ഞാൻ പറയാം. ശരി ശരി. അയ്യേ, നീ എന്തിനീ കരയുന്നേ? എന്റെ കാലിപ്പ് അടുത്ത് ഒടിഞ്ഞിരുന്നു, എന്നിട്ട് പോലും നിന്റെ കണ്ണിന് തുള്ളി വെള്ളം വന്നില്ല. ഒന്ന് പോടാ പോടുന്ന്. ഉച്ച സമയാലോ, ഗേൾസ് ഇതാ പുറത്തേക്ക് ഇറങ്ങാത്തേ. എന്താടാ പറ. നീ എന്നും നിക്കുന്ന അവിടെ തന്നെയാണോ ഇന്നും? ഞാനേ എന്നും ഭൂമി തന്നെയാ. നീ ഭൂമിയിലല്ലേ? മണ്ട, അതല്ല ചോദിച്ചേ, നീ നിക്കുന്ന സ്ഥലം. അതേടാ പൊട്ടാ, ഞാൻ നിക്കുന്ന സ്ഥലം ഭൂമിയിലാ. ശരി ശരി, ഞാൻ തർക്കിക്കുന്നില്ല. അല്ലടാ മച്ചാ, എവിടെയുടെ ഗേൾസ്? ഗേൾസ് ഒന്നും പുറത്ത് കണ്ടില്ല. ഓ അതോ, അത് പിന്നെ ഇന്നെന്തോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ഗേൾസിന്. അയ്യോ, അപ്പൊ ഞാനിന്ന് വെറുതെ വന്നത് പോലെ ആയോ? അയ്യോ, വെറുതെ വന്ന പോലെ ആയില്ല. ഈ എന്റെ ഏതെങ്കിലും സൈഡില് ഒരു ബ്ലൂ കളർ കാർ കാണുന്നുണ്ടോ?
നീ എന്താ ഡോറാബൂച്ച് കളിക്കുകയാണോ? എടാ ഒന്ന് നോക്ക്. അതിന് നീ ഇപ്പൊ എന്റെ അടുത്ത് ഇല്ലല്ലോ. മോണ്ട കാറ് നോക്ക്. ഓക്കെ നോക്കട്ടെ. ആ കണ്ടു കണ്ടു. ആ അതിന്റെ നമ്പർ എന്ന് പറഞ്ഞേ. KL 65 K8713. അത് തന്നെ. ഏത് തന്നെയെന്ന്? അതിപ്പോ ആരെ കാറാ? നീ എനിക്കൊരു സഹായം ചെയ്യണം. ആ കാറില് ഇപ്പൊ ഒരു ഗേളും അത്യാവശ്യം പ്രായമുള്ള ഒരാളും കൂടി കയറും. ആ കാറ് എവിടേക്കാ പോകുന്നത് നോക്കണം. പിന്നെ CID കളിക്കാനൊന്നും ഞാനില്ല. അല്ലടാ ആ പെങ്കൊച്ചാരാ? അതൊക്കെ ഞാൻ പറയാനേ. മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഞാൻ നോക്കാം. എനിക്കോ ഒരു പെണ്ണ് സെറ്റ് ആയില്ല. ബാക്കിയുള്ളവർക്ക് സെറ്റ് ആവട്ടേന്ന്. അത് ഞാൻ കാരണത്താല്